ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് LGS ഷോർട്ട് ലിസ്റ്റിനെ കുറിച്ചും അതിൻ്റെ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കേരള PSC തിരക്കിട്ട പരിശ്രമങ്ങളിലാണ്. 10th മെയിൻ പരീക്ഷകൾ കഴിഞ്ഞ് അതിൻ്റെ സാധ്യതാ ലിസ്റ്റുകൾ ഉടൻ തന്നെ ഓരോന്നായി വരുമെന്ന് പ്രതീക്ഷിക്കാം. ഈ മാസം അവസാനത്തോടെ, അതായത് ഫെബ്രുവരി മാസം അവസാനത്തോടെ LDCയുടെ സാധ്യതാ ലിസ്റ്റുകൾ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത മാസം അതിൻ്റെ വെരിഫിക്കേഷൻ പൂർത്തിയാക്കി ഏപ്രിലോടുകൂടി നിയമന പ്രക്രിയ ആരംഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. LDCയുടെ സാധ്യതാ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം, അതായത് മാർച്ച് മാസം ആദ്യവാരത്തോടുകൂടി LGSൻ്റെ സാധ്യതാ ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കാനുള്ള ശ്രമങ്ങളിലാണ് PSC മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ വിലങ്ങുതടിയായി നിന്നിരുന്നത് കോവിഡാണ്. കോവിഡിൻ്റെ 3ാം തരംഗ ഭീഷണി ഏതാനും ദിവസങ്ങൾ നമ്മെ കാര്യമായി ബാധിച്ചു. PSCയുടെ പ്രവർത്തനത്തെയും എല്ലാ ഗവൺമെൻറ് ഓഫീസുകളുടെ പ്രവർത്തനങ്ങളെയും കോളേജുകളെയും സ്കൂളുകളെയും ഒക്കെ കോവിഡിൻ്റെ 3ാം തരംഗം ബാധിച്ചിരുന്നു. ഫെബ്രുവരി 19 വരെയുള്ള പരീക്ഷകൾ ഒഴിവാക്കിയിരുന്നു. പ്രമാണ പരിശോധനകളും അഭിമുഖങ്ങളും ഒക്കെ മാറ്റിവെച്ചിരുന്നു. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കോവിഡിൻ്റെ ആ ഗ്രാഫ് താഴേക്ക് ചെറുതായിട്ട് ഇറങ്ങുന്നതായുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. സ്കൂളുകളും കോളേജുകളുമൊക്കെ തുറക്കുമെന്നുള്ള തീയതികളൊക്കെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഇനിയൊരു മുന്നോട്ട് പോക്ക് ഉണ്ടായില്ലെങ്കിൽ, കോവിഡിൻ്റെ കാര്യത്തിൽ ഇനിയൊരു മുന്നോട്ട് പോക്ക് ഉണ്ടായില്ലെങ്കിൽ PSCക്ക് പറഞ്ഞ സമയത്ത് തന്നെ ഈ ലിസ്റ്റുകളെല്ലാം പുറപ്പെടുവിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും നോക്കുന്നത് LGS ലിസ്റ്റിനെ കുറിച്ചാണ്. LGSൻ്റെ സാധ്യതാ ലിസ്റ്റ് മാർച്ച് ആദ്യവാരം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മുൻ ലിസ്റ്റിൽ നിന്ന് ഏതാണ്ട് 8210 നിയമന ശുപാർശയാണ് ഉണ്ടായിരുന്നത്. 2021 ഓഗസ്റ്റ് 4 പഴയ ലിസ്റ്റ് ക്യാൻസലായി. അപ്പോൾ ആ ലിസ്റ്റിൽ നിന്നുള്ള ആളുകളിൽ 1016 പേർക്കാണ് തിരുവനന്തപുരം ജില്ലയിൽ നിയമനം ലഭിച്ചത്, അല്ലെങ്കിൽ നിയമന ശുപാർശ ലഭിച്ചത്. ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ ലഭിച്ച ജില്ലയാണ് തിരുവനന്തപുരം. ഏറ്റവും കുറച്ച് ശുപാർശ ലഭിച്ചത് വയനാട് ജില്ലയിലാണ്, അത് 267. അപ്പോൾ നമുക്കിനി ഏതൊക്കെ ജില്ലയിൽ എത്രത്തോളം പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു എന്ന് നമുക്കൊന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തിരുവനന്തപുരം 1016, കൊല്ലം 603, പത്തനംതിട്ട 372, ആലപ്പുഴ 447, കോട്ടയം 435, ഇടുക്കി 419, എറണാകുളം 791, തൃശ്ശൂർ 697, പാലക്കാട് 675, മലപ്പുറം 695, കോഴിക്കോട് 786, വയനാട് 267, കണ്ണൂർ 573, കാസർഗോഡ് 434. അങ്ങനെ 8210 നിയമന ശുപാർശകളാണ് മുൻ ലിസ്റ്റിൽ നിന്നും നൽകിയിട്ടുള്ളത്. ഇനി പുതിയ ലാസ്റ്റ് ഡേറ്റ് ലിസ്റ്റ് വരുന്നതിന് അടുത്ത് ആ സമയത്തേക്ക് കുറച്ചും കൂടി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിലവിൽ 434 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഒഴിവ് എറണാകുളം ജില്ലയിലാണ്, 60 ഒഴിവുകൾ. കുറവ് വയനാട് ജില്ലയിലും 9 ഒഴിവുകൾ. അപ്പോൾ ഓരോ ജില്ലയിലും ഇതുവരെ എത്ര ഒഴിവുകൾ ലാസ്റ്റ് ഡേറ്റിൻ്റെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. തിരുവനന്തപുരം 50, കൊല്ലം 15, പത്തനംതിട്ട 28, ആലപ്പുഴ 22, കോട്ടയം 25, ഇടുക്കി 34, എറണാകുളം 60, തൃശ്ശൂർ 42, പാലക്കാട് 22, മലപ്പുറം 24, കോഴിക്കോട് 54, വയനാട് 9, കണ്ണൂർ 37, കാസർഗോഡ് 12. അങ്ങനെ 434 ഒഴിവുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ പറയുന്ന പോലെ തന്നെ ഏപ്രിലാണ് റാങ്ക് ലിസ്റ്റുകൾ വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയമാകുമ്പോഴേക്കും, അല്ലെങ്കിൽ നിയമനം തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും ഏതാണ്ട് ഇതിൻ്റെ ഇരട്ടിയോടടുത്തുള്ള ഒഴിവുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം മാർച്ചിലൊക്കെ കുറേ ആളുകൾ പിരിയുന്ന അവസ്ഥയ്ക്ക് വരും. അപ്പോൾ കുറച്ചും കൂടി ഒഴിവുകൾ കൂടാൻ സാധ്യതയുണ്ട്.
അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അതിനടുത്തുള്ള അത്രയും ആൾക്കാർക്ക് നിയമനം ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് PSCയുടെ ഭാഗത്ത് മറ്റൊരു കാര്യം കൂടി ഉണ്ടാകേണ്ടതുണ്ട്. എല്ലാ പരീക്ഷകൾക്കും 10th മെയിൻ്റെ പരീക്ഷകൾക്ക് പ്രത്യേകിച്ചും LDC, LGS, അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ സിവിൽ സപ്ലൈസ്, ഫീൽഡ് വർക്കർ ഹെൽത്ത് സർവീസസ്, സെക്രട്ടേറിയറ്റ് OA എന്നീ തസ്തികൾക്ക് ഏറെക്കുറെ ഒരേ ആളുകൾ തന്നെയാണ് എഴുതിയിരുന്നത്. അപ്പോൾ ഇവർ ഈ പറയുന്ന എല്ലാ ലിസ്റ്റുകളിലും ഉൾപ്പെടാൻ സാധ്യത ഉള്ളതുകൊണ്ട് റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് കുറച്ചും കൂടി വലുതാക്കി കൂടുതൽ പേരെ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ഒരുപാട് പേർക്കുള്ള ഒരാശ്രയം ഇല്ലാതാകും എന്ന രീതിയിലാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതിനു മുമ്പ് ഇത്തരമൊരു അനുഭവം ഉണ്ടായിരുന്നില്ല. മുമ്പത്തെ അനുഭവങ്ങൾ വെച്ചിട്ട് PSC ലിസ്റ്റ് ചെറുതാക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ പ്രിലിംസ്, മെയിൻ പരീക്ഷകൾ ഇതൊക്കെ കുറേ തസ്തികൾക്ക് ഒരുമിച്ച് നടക്കുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു സംഭവം ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് കൂടുതൽ ആളുകളെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ലിസ്റ്റുകൾ ഉടൻ തന്നെ തീരും എന്നുള്ളതുകൊണ്ടും NJD ഒഴിവുകൾ വഴി ഒരുപാട് പേർക്ക് നിയമന സാധ്യത ഇല്ലാതാകും, PSC ലിസ്റ്റുകൾ ഉടൻ തന്നെ തീർന്നു പോകും എന്നൊക്കെയുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ PSCയുടെ ശ്രദ്ധയിൽപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതാണ്ട് ഒരു 3 ആഴ്ചയ്ക്ക് ശേഷം LDC, അതിനുശേഷം LGS എന്നൊക്കെയുള്ള ലിസ്റ്റുകൾ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവരും ലിസ്റ്റിൽ ഉൾപ്പെടട്ടെ, അല്ലെങ്കിൽ നല്ലൊരു വിഭാഗം ആളുകൾ ലിസ്റ്റിൽ ഉൾപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.